ഏതായാലും നേരത്തെ ബിനോയും ഈ വിഷയം പറയുകയുണ്ടായി. എലഗൻ ബിനോയ്, ഒരുപക്ഷെ ഈ ഒരു വിഷയം ഇനിയിപ്പോൾ നിയമപരമായ പോരാട്ടത്തിനൊപ്പം രാഷ്ട്രീയ പോരാട്ടത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിലപേശലുകളിലേക്കും പോകുമെന്ന സൂചനകൾ ഒരു ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ ഒരു നിയമ സാധ്യത കൂടി പരിശോധിക്കാനായി അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് ഇനിയിപ്പോൾ ഇതിനകത്തൊരു പുനഃപരിശോധനാ ഹർജി ഒരുപക്ഷെ അതിൻ്റെ സാധ്യതകൾ മറ്റു രീതിയിൽ പരിശോധിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സാധ്യതകളിലേക്കൊക്കെ ഏത് വശം വരെ പോകേണ്ടതുണ്ട് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ ഇനി ഒരു നിയമപരമായ സാധ്യതകൾ എങ്ങനെയാണ് പുനഃപരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി പോയാൽ? നമ്മൾ ആദ്യമായി പരിശോധിക്കേണ്ടത് ഈ വിധിയുടെ ഓപ്പറേറ്റീവ് പോർഷൻ കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മളുടെ സുപ്രീം കോടതി വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അതിൽ കോടതിയുടെ കൺക്ലൂഷൻസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിലുള്ള കാര്യം. പുനഃപരിശോധനാ ഹർജികൾ സാധാരണ രീതിയിൽ പരിഗണിക്കുന്നതിൻ്റെ പെർസെൻറ്റേജ് ഒരു 0.5 0.01% ഒക്കെ ആയിരിക്കും. സാധാരണ ഇതിൽ 0 എന്ന് തന്നെ പറയാം. വളരെ അപൂർവമായിട്ട് മാത്രമേ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കാറുള്ളൂ. എസ്പെഷ്യലി ഇതുപോലൊരു കേസിൽ സുപ്രീം കോടതി അത് പരിഗണിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. എങ്കിൽ തന്നെ ഈ കൺക്ലൂഷനിലേക്ക് എത്താൻ കോടതിയുടെ നിഗമനങ്ങളുടെ ഭാഗവാക്കായി എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി പറഞ്ഞത് എന്ന് മനസ്സിലാക്കാതെ ഞാനിപ്പോഴും പരിപൂർണമായി വിശ്വസിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ കോടതി കൊടുത്തിട്ടുണ്ടാവും. പിന്നെ സൗമ്യയ്ക്ക് അറിയാമല്ലോ, ഇത് കുറച്ച് ദിവസത്തുള്ള ഒരു പ്രോബ്ലമാണ്. ഒരു മാർച്ച് ഏപ്രിലോട് കൂടിയിട്ട് ഇതെല്ലാം മാറിയും പുതിയ നയം വരും, പുതിയ ഗവൺമെൻറ് വരും, അതോടുകൂടിയിട്ട് ഈ പ്രശ്നങ്ങൾ തീരുമെന്നാണ് പറയുന്നത്. ബാർ ഉടമകൾ വളരെ കാര്യമായി നിരാശപ്പെടേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇതിൽ വളരെ ക്രിയാത്മകമായ നിലപാടായിരിക്കും. ഇപ്പോൾ സജീവൻ പറഞ്ഞതുപോലെ ബാർ നിരോധനമല്ല വേണ്ടത്, ബോധവൽക്കരണമാണ് വേണ്ടത്. അത് തന്നെയാണ് ഇപ്പോൾ നയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും കാലം ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇപ്പോൾ ഇത്രയും ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ 3 സ്റ്റാർ ആൻഡ് എബോ ഉള്ള ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കാനുള്ള ഒരു നയമായിരിക്കാം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുവരെ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകൂ. ഇപ്പോൾ മറ്റു രാഷ്ട്രീയ മാനങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ വിവേചനമുണ്ട് എന്നൊരു വാക്ക് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് പുനഃപരിശോധിക്കാം എന്നെല്ലാം ഒരു ഉറപ്പെല്ലാം ബാർ ഉടമകൾ കൊടുത്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ കേസിൻ്റെ കണ്ടന്റിലേക്ക് പോകാതെ അതിൻ്റെ കൺക്ലൂഷനിലേക്ക് പോവാതെ ഇതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല. എന്ത് തന്നെയാണെങ്കിലും ഇതിൽ ഈ കേസ് തള്ളിക്കളയാനുള്ള സാധ്യത. ശ്രീ എ സജീവൻ, ഇവിടെ ഇത്തരത്തിൽ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആദ്യം വന്ന ശ്രീ രാജ്കുമാർ ഉണ്ണിയുടെ പ്രതികരണമായാലും പിന്നീട് എലഗൻ ബിനോയുടെ പ്രതികരണമായാലും ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്ന ഇവിടെ നേരത്തെ ശ്രീ പി എം മനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഒരു നിയമ സാധ്യതയ്ക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് സർക്കാരിന് ഇവിടെ ഒരു പുനർവിചിന്തനം, ഒരു പുനഃപരിശോധന നടത്താമെന്നുള്ളൊരു സാധ്യതയാണ് എടുത്തു പറയുന്നത്. പ്രത്യേകിച്ച് ഏകാംഗ കമ്മീഷൻ്റെ കണ്ടെത്തൽ അത് 3 സ്റ്റാർ തൊട്ട് മുകളിലേക്കുള്ള ബാറുകൾക്ക് ലൈസൻസ് നൽകുന്നതിൽ തെറ്റില്ല എന്നതായിരുന്നു. അത് പരിശോധിക്കപ്പെട്ടിട്ടില്ല. ഒരു പക്ഷേ അത്തരം ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാരിന് വേണമെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഒരു പുനഃപരിശോധനയ്ക്കുള്ള സാധ്യത തുറന്നിടുന്നതുകൂടിയല്ലേ ഈ ഒരു വിധി. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ബിജു രമേശ് പറഞ്ഞിരുന്നു ഇനി വലിയ വെളിപ്പെടുത്തലുകൾ നടത്താൻ പോകുന്നത് ബിനോയ് ആയിരിക്കും, പക്ഷേ ബിനോയ് അതിന് തയ്യാറാകുന്നില്ല എന്നൊക്കെ. ആ ബിനോയ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വെളിപ്പെടുത്തൽ ഉണ്ടാകുമായിരിക്കും, പക്ഷേ തനിക്കൊന്നും അറിയില്ല എന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കണ്ടു. ശ്രീ സജീവൻ. ബിനോയും ഉണ്ണിയും ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ബാർ ഉടമകളുടെ നിലപാടാണ്. അവർ ഒരുപക്ഷെ ഈ ബാർ കോഴക്കേസുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇനി വെളിപ്പെടുത്തൽ നടത്തിയേക്കാം. കാരണം കാശ് കൊടുത്തുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ബിനോയ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഉണ്ണി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇക്കാര്യത്തിൽ പറയാൻ മടിച്ചിരിക്കുകയായിരുന്നുള്ള കാര്യം ഒരുവിധം എല്ലാവർക്കും അറിയാം. ഇതിൽ വളരെ കൃത്യമായിട്ടും ബിജു രമേശ് മാത്രമാണ് രംഗത്ത് വന്നിരുന്നത്. അതൊരു കാര്യം. പക്ഷേ ഇതിവിടെ ഒരു പ്രശ്നം, കോടതി സർക്കാരിനെ സത്യത്തിലോ ട്രാപ്പിലാണ് നിർത്തിയിരിക്കുന്നത്. കോടതി ഈ എക്സിക്യൂട്ടീവിൻ്റെ കാര്യങ്ങളിൽ ജുഡീഷ്യറി ഇടപെടുന്നില്ല എന്ന് പറയുന്നതോട് കൂടിയിട്ട് മാത്രമല്ല, പക്ഷേ ഇക്കാര്യത്തിൽ വിവേചനമുണ്ട് എന്നൊരു കാര്യം കൂടി പറയുന്നു. ഇത് പുനഃപരിശോധിക്കാവുന്നതാണെന്ന് പറയുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ നമ്മളിവിടെ മദ്യ ഉപയോഗം കുറയുന്നു എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് ലഹരി ഉപയോഗം കുറയുന്നുണ്ടോ? എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഞാൻ ഇത്രയും കാലം ഇപ്പം പത്രങ്ങളും മറ്റും വായിക്കുന്ന രീതി അനുസരിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ലഹരി ഉപയോഗം കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ ബാറുകളിൽ പോയി കഴിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടാവാം.
ബെവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ കുറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ അവിടെ നിന്ന് പോയിട്ട് വേറെ സ്ഥലത്ത് കുന്നുകൂടിയിട്ടുണ്ടാവും. ഇതൊക്കെ വേറെ കാര്യം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് മറ്റ് പല രംഗം നമ്മൾ നേരത്തെ കാണാത്ത പോലെ പല സ്ഥലങ്ങളിലും ഫ്ലാറ്റുകൾ എടുത്തിട്ട് അവിടെ ഈ ലഹരി ഉത്സവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ വളരെ കുറച്ച് മാത്രമേ പിടിക്കപ്പെടുന്നുള്ളൂ എന്നുള്ളത് പോലീസുകാർ തന്നെ പറയുന്നുണ്ട്. വളരെ പല സ്ഥലങ്ങളിലും അറിയപ്പെടാത്ത രൂപത്തിൽ ഇത്തരത്തിൽ ലഹരി ഉത്സവങ്ങൾ ഉണ്ടാകുന്നു. അവിടെ മദ്യമാവില്ല, മദ്യത്തേക്കാൾ കൂടുതൽ ദ്രോഹമുണ്ടാക്കുന്ന തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളാണ് ഉപയോഗിക്കുക. ഈ ചരസ്, മാരിജുവാന പോലുള്ള സംഗതി, കഞ്ചാവിനൊന്നും ഇപ്പോൾ സ്ഥാനമില്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അത്രയും ഭീകരമായ രൂപത്തിൽ ലഹരി ഉപയോഗങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അത് തടയാൻ സർക്കാർ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു കൃത്യമായ ഒരു നയപരിപാടി, മദ്യനയം സർക്കാരിൻ്റെ, ഇപ്പം നമ്മൾ തുടർച്ചയായിട്ട് ഇന്നുൾപ്പെടെ നമ്മൾ പറയുന്നത് സർക്കാരിൻ്റെ മദ്യനയം. സത്യത്തിൽ മദ്യനയം എന്ന് പറഞ്ഞാൽ ഒരു നയം രൂപീകരണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് അതിൻ്റെ പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും നന്മയും എല്ലാം കൂലങ്കഷമായിട്ട് ചിന്തിച്ച് ഒരു രൂപീകരണ ഒരു പ്രത്യേക തീരുമാനത്തിലേക്ക് എത്തലാണ് നയരൂപീകരണം. ഇതിൻ്റെ കാര്യത്തിൽ, ഇപ്പോഴത്തെ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഈ സംഗതി 418 ബാറുകൾ പൂട്ടിയ സമയത്ത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പൂട്ടിയ ആ ഘട്ടം മുതൽ ഉണ്ടായ കളികൾ ഓരോന്നും, ഇവിടെ ഒരാൾ മാത്രം മദ്യവിരുദ്ധനും മറ്റുള്ളവരെല്ലാവരും മദ്യത്തിൻ്റെ ആളുകളെന്ന് പറയുന്നത് അങ്ങനെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരോട് വാശി പിടിച്ചിട്ടൊക്കെയാണ് അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കിയത്. അപ്പോൾ അത് നയമല്ല, നയരൂപീകരണം ഇവിടെ നടന്നിട്ടില്ല. സത്യത്തിൽ ഇവിടെ മദ്യത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാവുന്ന രൂപത്തിൽ ബോധവൽക്കരണം പോലും എങ്ങനെ നടത്തണമെന്ന രൂപത്തിൽ സർക്കാർ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മദ്യത്തിനെ അതിശക്തമായിട്ട് എതിർക്കുന്ന, തീർത്തും നിഷിദ്ധമാക്കിയ മതമാണ് ഇസ്ലാം. അവിടെ പോലും മദ്യത്തിനെതിരെയുള്ള നിലപാട് വന്നത് 3 ഘട്ടങ്ങളിലാണ്. ആദ്യം ഇതിന്റെ പ്രശ്നങ്ങൾ ഞാൻ തിരികെ എത്താം ശ്രീ സജീവൻ താങ്കളിലേക്ക്. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് കൂടി നമ്മളൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ഇവിടെ ഇപ്പോൾ സുപ്രീം കോടതി ഈ വിഷയം നിരീക്ഷിച്ചിരിക്കുന്നത് മദ്യനയം, ഇത്തരത്തിലുള്ള നയരൂപീകരണം എന്നത് ഒരു സർക്കാരിൻ്റെ അവകാശമാണ്, ആ കാര്യത്തിൽ ഇടപെടുന്നില്ല. അതുകൊണ്ട് തന്നെ മദ്യനയം സർക്കാർ തീരുമാനിച്ചതുപോലെ തന്നെ നടക്കട്ടെ, ഈ 5 സ്റ്റാർ ഒഴികെയുള്ള ബാക്കി ബാറുകൾ തുറക്കണ്ട എന്ന ഒരു നിലപാട് സർക്കാരിൻ്റെ മദ്യനയം അംഗീകരിക്കുന്ന ഒരു നിലപാടാണ്. ആദ്യം തന്നെ ആ ഒരു വിഷയത്തിലെ പ്രതികരണം. അല്ല, ഗവൺമെൻറ് ആദ്യം മുതൽ ഇത് സംസ്ഥാനത്തെ നമ്മുടെ സ്റ്റേറ്റിനകത്തുള്ള കോടതികളിൽ ബാർ ഉടമകൾ പോയപ്പോഴും നിയമക്കോടതിയുടെ മുമ്പിൽ ഈ പ്രശ്നം ചർച്ചയ്ക്ക് വന്നപ്പോഴും വിചാരണയ്ക്ക് വന്നപ്പോഴും എല്ലാം ഗവൺമെൻറ് എടുത്ത നിലപാട് അത് തന്നെ. ഇത് ഗവൺമെൻറ് പോളിസിയാണ്. മദ്യം പോലെയുള്ള സമൂഹത്തെ അടിസ്ഥാനപരമായി വളരെ അപകടകരമായി ബാധിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഗവൺമെൻറ് എടുക്കുന്ന ഒരു തീരുമാനം അത് ഗവൺമെൻറ് നയപരമായിട്ടുള്ളൊരു തീരുമാനമായിട്ട് കണക്കാക്കണമെന്നും അത് ഭരണപരമായി സാധാരണ എടുക്കുന്ന പോലെയുള്ള ഒരു തീരുമാനത്തിനും അപ്പുറം കുറേ കൂടി ഗൗരവമുള്ള ജനകീയമായ ചില വിഷയങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ ജനകീയ ഗവൺമെൻറ്റുകൾ എടുക്കുന്ന നിലപാടുകൾക്കനുസൃതമായി ആ നിലപാട് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഇത് ഗവൺമെൻറ്റിൻ്റെ നയം തന്നെയാണ്. ഈ നയം നടപ്പിലാക്കാൻ കോടതി സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോടതി സമീപിച്ചത്. സുപ്രീം കോടതി ഒടുവിൽ ഇന്ത്യയുടെ ഏറ്റവും ഉന്നതമായ കോടതി അതും അംഗീകരിച്ചിരുന്നു. ഇത് ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് തീരുമാനിക്കാം, അതുകൊണ്ട് ഗവൺമെൻറ് തീരുമാനത്തെ അംഗീകരിക്കുന്നു, മദ്യനയവുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകാം. പക്ഷേ അവിടെയും അതോടൊപ്പം തന്നെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ ഇത് എത്രത്തോളം സുതാര്യമായിരുന്നു എന്നുള്ളതാണ്. കമ്മീഷനെ വെച്ച് ഈ വിഷയം പരിശോധിച്ചു. കമ്മീഷൻ പറഞ്ഞത് 3 സ്റ്റാറിന് മുകളിലേക്കുള്ളത് കൊടുത്താൽ മതി എന്നുള്ള തരത്തിൽ. ആദ്യം ഈ 300 ശതമാനം ബാറുകൾ പൂട്ടുന്ന സമയത്ത് അതിൻ്റെ നിലവാരമായിരുന്നു പ്രശ്നങ്ങൾ. പിന്നീട് പല തർക്കങ്ങളിലേക്ക് പോയി 730 ബാറുകൾ പൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയതാണ്. ഇവിടെയൊക്കെ കാര്യങ്ങൾ കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആണ്. ഇല്ല, നമ്മൾ ഇത് ഇപ്പോൾ വെച്ച ഒരു കമ്മീഷൻ്റെ കാര്യം മാത്രം നോക്കട്ടെ. പഴയ ഉദയഭാനു കമ്മീഷൻ അടക്കം പഴയ കാലഘട്ടത്തിൽ ഒരുപാട് കമ്മീഷനുകൾ പലപ്പോഴും അത് ഘട്ടം ഘട്ടമായി മദ്യനിരോധനം ഏർപ്പെടുത്തണം എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇന്നലകളിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കമ്മീഷനുകളെല്ലാം കണ്ടെത്തലുകളിൽ വന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അതായിരുന്നു. ഘട്ടം ഘട്ടമായി മദ്യനിരോധനം യാഥാർത്ഥ്യമാക്കണം. ആ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബെവറേജ് കോർപ്പറേഷൻ്റെ 10% വീതം ഗവൺമെൻറ് ഓരോ വർഷവും കട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. നിലവാരമില്ലാത്ത ബാറുകൾ ആദ്യഘട്ടമായി അടയ്ക്കാൻ തീരുമാനിച്ചത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിൻ്റെ കാര്യങ്ങളിൽ പെട്ടെന്ന് ഗവൺമെൻറ് ഇത് ഘട്ടം എന്നുള്ളത് അപകടകരമായി പോകുന്നു എന്നുള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങനെയാണെങ്കിൽ 5 സ്റ്റാറിൽ മാത്രം മതി, ഇത് അവൈലബിലിറ്റി ഒരു വിഷയമാണെന്ന് ചർച്ചയ്ക്ക് വന്നു. മദ്യം ഈസി അവൈലബിൾ എന്ന ഒരു കൺസ്യൂമർ ഐറ്റമാണ് എന്ന് ഗവൺമെൻറ് തോന്നിയപ്പോൾ അത് ഈസിലി അവൈലബിൾ ആകുന്നത് കൊണ്ട് മാത്രം ചെറുപ്പക്കാരിലേക്ക് ഇതിൻ്റെ സ്വാധീനം വർദ്ധിക്കുന്നു, വിദ്യാർത്ഥികളിലേക്ക് ഇതിൻ്റെ സ്വാധീനം വർദ്ധിക്കുന്നു. അത് മാറ്റിയെടുക്കാനാണ് നമ്മൾ കലാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിൽ നിന്നും
ഇത്ര മീറ്റർ അകലെ എന്നൊക്കെ പറഞ്ഞത്. എങ്കിൽ പോലും അത്രയും അത്തരം മീറ്റർ അകലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടപ്പാക്കുന്നു എന്നൊക്കെ പരിശോധിക്കേണ്ടതല്ലേ? അല്ല, ഞാൻ പറയുന്നത് ഇത് ഗവൺമെൻറ് ഘട്ടം ഘട്ടമായി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിധികളൊക്കെ തീരുമാനിച്ചത്. ആദ്യം ഈ പരിധി തീരുമാനിക്കപ്പെട്ടുവെങ്കിലും പുതിയ തലമുറയുടെ ഇടയിലേക്ക് മദ്യപാനവും പുകവലിയും ഒക്കെ വളരെ അപകടകരമായി വരുന്നു എന്ന് കണ്ടപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ് മദ്യപാനത്തിൽ നിന്നും കുടുംബങ്ങളെ രക്ഷിക്കുക, കുടുംബങ്ങളിലെ ചെറുപ്പക്കാരെ രക്ഷിക്കുക എന്നുള്ള ഗവൺമെൻറ് ബാധ്യതയാണ്. ഈ രാജ്യത്തെ മദ്യനിരോധന സമിതിക്കാർ, സാമൂഹ്യ പ്രവർത്തകർ, മാധ്യമങ്ങൾ, ഇതിന് ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് മാധ്യമങ്ങളാണ്. മദ്യലോബിക്ക് ഗവൺമെൻറ് അടിമപ്പെടാൻ പാടില്ല എന്ന മാധ്യമമാണ്. അത് ദൃശ്യമാധ്യമങ്ങളാണെങ്കിലും പ്രിൻ്റഡ് മീഡിയാസ് ആണെങ്കിലും എഡിറ്റോറിയൽ എഴുതുകയും അതിൻ്റെ പങ്ക്തികൾ ഇടുകയും ബാറിൻ്റെ മുമ്പിലും സർക്കാരിൻ്റെ ബെവറേജ് കോർപ്പറേഷൻ്റെ മുമ്പിലുമൊക്കെ ആളുകൾ ക്യൂ നിൽക്കുന്ന, ആദ്യമൊക്കെ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ക്യൂ നിന്ന ആളുകൾ ഹെൽമെറ്റൊന്നും ഇല്ലാതെ ജാടയിൽ ക്യൂവിൽ നിന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്ന സ്ഥിതി പോലും ഉണ്ടായി. അപ്പോൾ അപകടകരമായ ഒരു ട്രെൻഡിലേക്ക് കാര്യങ്ങൾ പോകുന്നതെന്ന് കണ്ടപ്പോൾ ഗവൺമെൻറ്റിന് പെട്ടെന്ന് അങ്ങനെ തീരുമാനിക്കേണ്ടി വന്നു. അത് നയപരമായ തീരുമാനമായിരുന്നു. പണ്ട് AK ആന്റണി ചാരായം നിരോധിച്ചു. ആ ചാരായ നിരോധനം പിന്നീട് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വന്നപ്പോൾ അവർക്ക് തിരുത്താൻ കഴിഞ്ഞോ? AK ആന്റണി കൊണ്ടുവന്ന ചാരായ നിരോധനത്തെ ഒരുപാട് പേർ വിമർശിച്ചിരുന്നു. ആ സമയത്ത് കോൺഗ്രസ്സിന് താൽക്കാലികമായൊരു ക്ഷീണം ഉണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് ചാരായ നിരോധനം പിൻവലിക്കാൻ കഴിഞ്ഞോ? ഇപ്പോൾ വിമർശിക്കുന്ന ആളുകൾ ഒരു ജനാധിപത്യ ഗവൺമെൻറ് ഇത്തരം ജനകീയമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും വേറൊരു ഗവൺമെൻറ് വന്നാൽ ഞങ്ങളിത് പിൻവലിക്കുമെന്ന് പറയാനും കഴിയില്ല. അതിൻ്റെ അർത്ഥം അതിനകത്തൊരു സാമൂഹ്യമായ പശ്ചാത്തലവും ഒരു ജനകീയമായ പിൻബലവും അതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ സുപ്രീം കോടതിക്ക് മുന്നിൽ നിന്നും ബാർ തൊഴിലാളികൾക്ക് വേണ്ടി വാദിച്ച വക്കീൽ ഞങ്ങളുടെ റിപ്പോർട്ടർ സന്തോഷ് സർലിങ്ങിനൊപ്പമുണ്ട്. സർലിങ്, സൗമ്യ, ഈ കേസിൽ, ബാർ കേസിൽ ഹോട്ടൽ ഉടമകളെ കൂടാതെ ഈ മദ്യനയത്തിൽ ചോദ്യം ചെയ്തുകൊണ്ട് ബാർ പൂട്ടിയതിനെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലാളികളും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അവർ നിർണായകമായ ചില കണക്കുകൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ നിരത്തുകയുണ്ടായി. അതായത് സെസ്, മദ്യത്തിൽ നിന്നും സെസ് പിരിച്ച് ഏകദേശം ഒരു മാസം 30 കോടിയോളം വീതം, ആകെ 72 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ ഈ തൊഴിലാളികളുടെ സംരക്ഷണത്തിനായി വിനിയോഗിക്കുന്നുണ്ട്, ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ ആ തുക വിനിയോഗിച്ചിട്ടില്ല എന്നടക്കമുള്ള ചില നിർണായകമായ കാര്യങ്ങൾ ഈ കേസിൽ തൊഴിലാളികൾ, ബാർ പൂട്ടിയതിനെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലാളികൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അവർക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകൻ VK ബിജു ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം, താങ്കൾ ചൂണ്ടിക്കാണിച്ച കണക്കുകളൊക്കെ സുപ്രീം കോടതി ഈ വിധിന്യായത്തിൽ അംഗീകരിച്ചിട്ടുണ്ടോ? വിധിന്യായത്തിന്റെ മറ്റു വിശദാംശങ്ങളൊന്ന് വ്യക്തമാണ്. സുപ്രീം കോടതിയുടെ ഒരു ചെറിയ സെന്റൻസ് പോലും അതിൻ്റെ പ്രധാന വിധിന്യായം വരുമ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഞങ്ങൾ സുപ്രീം കോടതിയുടെ മുന്നിൽ പറഞ്ഞത്, ഈ സർക്കാർ ഈ പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഈ പോളിസിക്കകത്ത് പറഞ്ഞിട്ടുള്ള പുനർജനി എന്ന് പറയുന്നത് ഐവാഷാണ് എന്നും ഈ പുനർജനിയുടെ പേരിൽ ബാർ മുതലാളിമാരിൽ നിന്നും കിട്ടുന്ന ലൈസൻസ് ഫീക്ക് തുല്യമായ തുക സെസ് ഇനത്തിൽ 5% സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് പിരിച്ചെടുക്കുന്നു എന്നും, അങ്ങനെ പിരിവ് തുടങ്ങി 2015 ഏപ്രിലിൽ 25,75,00,000 രൂപയോളവും, അതുപോലെ തന്നെ മെയ്യിൽ 25 കോടി സംതിങ് റുപ്പീസും, അതുപോലെ തന്നെ ജൂണിൽ വീണ്ടും 25 കോടിയോളം, അതായത് ശരാശരി ഒരു മാസം 30ഓളം കോടി രൂപ 5% സെസ്സിൻ്റെ പേരിൽ, റീഹാബിലിറ്റേഷൻ്റെ പേരിൽ പിരിച്ചെടുക്കുന്നു, അത് വഴിമാറ്റി ചെലവഴിക്കുന്നു എന്നാണ് ഞങ്ങൾ ഒന്ന് പറഞ്ഞിരുന്നത്. രണ്ടാമത്തെ കാര്യം ഞങ്ങൾ പറഞ്ഞത്, 5 സ്റ്റാർ ഹോട്ടലിലെ ജോലിക്കാരും അതുപോലെ തന്നെ F1 ലൈസൻസിൻ്റെ ഔട്ട്ലെറ്റിലും ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുമ്പോൾ ഞങ്ങളുടെ തൊഴിൽ മാത്രം നഷ്ടപ്പെടുത്തുന്നത് ഭരണഘടനയുടെ 14, 19, 21 എതിരായിട്ടുള്ള തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഈ പോളിസിയിൽ വേണ്ട നിർദ്ദേശങ്ങൾ വരുത്തണമെന്നും പറഞ്ഞിരുന്നു. ഇന്ന് സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ ഇത് അംഗീകരിക്കുന്നു എന്ന നിലപാടിലാവണം. തീർച്ചയായും അതിൽ സംശയം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗവൺമെൻറ് ഈ തുക എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് ഉചിതമായ പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാമെന്ന് ഒബ്സർവ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തൊഴിലാളികൾ തീർച്ചയായും കേരള ഹൈക്കോടതിയെ എത്രയും പെട്ടെന്ന് അപ്രോച്ച് ചെയ്യുന്നതിനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. അതായത് ഈ തൊഴിൽ നഷ്ടം വന്ന തൊഴിലാളികൾക്ക് അവരുടെ നിലവിലെ സ്ഥിതി ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയെ സമീപിക്കാം എന്നാണോ? നിലവിൽ നഷ്ടപ്പെട്ട തൊഴിൽ മാത്രമല്ല, കോമ്പൻസേഷൻ ഞങ്ങളിവിടെ പറഞ്ഞു, കോമ്പൻസേഷൻ, പകരം തൊഴിൽ, ഈ മരിച്ചുപോയ തൊഴിലാളികളുടെ ആശ്രിതർക്ക് വേണ്ടുന്ന സഹായങ്ങൾ, ഈ മരിച്ച തൊഴിലാളികളുടെ വീട്ടിൽ ഒരു ഗവൺമെൻറ് ഏജൻസിയും എത്തി നോക്കിയിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഈ കോടിക്കണക്കിന് രൂപ പിരിച്ചത് വഴിമാറ്റി ചെലവഴിക്കുകയാണെന്ന് ഞങ്ങൾ പറഞ്ഞു.
ഈ തൊഴിൽ നഷ്ടപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ കോടതിയിൽ വാദിച്ചു. ഞങ്ങൾ റിട്ടേൺ സബ്മിഷൻ കൊടുത്തു. എന്നാൽ ഒരു വശത്ത് പുതിയ ഔട്ട്ലെറ്റുകൾ തുറക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കോടതി തന്നെ വാദമധ്യേ പറഞ്ഞു അതിന് മിസ്റ്റർ സിബൽ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ എഴുതി കൊടുത്ത ആ വാദമുഖങ്ങൾ ഒന്നും തന്നെ സംസ്ഥാന സർക്കാർ കൺസിഡർ ചെയ്തിട്ടില്ല, മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളിത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യും. ഈ അതായത് ബാർ ഹോട്ടലുകൾ മുന്നോട്ട് വെച്ച അപ്പീലുകളെല്ലാം സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. ഈ വിധി എങ്ങനെ കാണും? ഈ വിധി തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ കാണുമ്പോൾ കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇന്ന് കേരളത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണോ വാദിച്ചത് എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ആലോചിക്കണം. താഴത്തെ കോടതികളിൽ പെൻഡിംഗ് ഉള്ള കേസുകൾ, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊരു ഇമ്പ്യൂണ്ട് പോളിസി വന്നത് എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചാൽ ബോധ്യപ്പെടും. അപ്പോൾ ആ പോളിസി എങ്ങനെ പെട്ടെന്നൊരു ദിവസം വന്നു, അത് തീർച്ചയായിട്ടും പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് സർക്കാരിന് ആൽക്കഹോൾ കൺസംഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല, ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കും. ആ തരത്തിൽ ആർഗ്യുമെന്റ് പോയിരുന്നുവെങ്കിൽ ബാർ ഓണേഴ്സിന് ഇന്ന് ജയിക്കാമായിരുന്നു. ആ സത്യം കോടതിയുടെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. ശരി, താങ്ക് യു. സൗമ്യ, ഈ കേസിൽ തൊഴിലാളികൾ ഒരു പ്രതീക്ഷ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് തൊഴിലാളികൾക്ക് വന്ന തൊഴിൽ നഷ്ടം, അവർക്ക് കോമ്പൻസേഷൻ തുക നൽകുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടത്, ഇവയെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിക്കും എന്നാണ് ഇപ്പോൾ അവർക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകൻ VK ബിജു വ്യക്തമാക്കിയിരിക്കുന്നത്. സന്തോഷ് സർലിംഗാണ്. തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. സിറോ മലബാർ സഭാ വക്താവ് ഫാദർ പോൾ തലക്കാട് നമ്മോടൊപ്പം തത്സമയം ചേർന്നുണ്ട്. ഫാദർ, ആദ്യം തന്നെ ഇങ്ങനെ ഒരു വിധി, ഈ വിധിയിൽ എങ്ങനെയാണ് ആദ്യം തന്നെ പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും കേരളത്തിലെ അസംബ്ലി എടുത്ത ഒരു നിയമരൂപീകരണമാണ്, നയരൂപീകരണമാണ് നടന്നത്. ആ നയത്തെ സാധാരണ പ്രതീക്ഷിക്കാവുന്നതുപോലെ തന്നെ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു. അത് വളരെ ശുഭോദർക്കമാണ്, സ്വാഗതാർഹമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന മദ്യാസക്തിയെ എങ്ങനെ നേരിടണം എന്ന പ്രതിസന്ധിയിലാണ് ഇങ്ങനെയൊരു നയം സർക്കാർ എടുക്കാൻ കാരണമായത്. നമുക്ക് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പഠനമുണ്ട്. ആ പഠനപ്രകാരം ലോകത്തിൽ മദ്യം ഒരാൾ ശരാശരി വർഷം കഴിക്കുന്നത് ലോകത്തിലെ ശരാശരി 6.13 ലിറ്ററാണ്. അതാണ് ലോകത്തിലെ ശരാശരി. എന്നാൽ കേരളത്തിലേത് 10.2 എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പോലും ഇല്ലാത്തിടത്തോളം മദ്യാസക്തിയും മദ്യം കഴിക്കലുമാണ് കേരളത്തിൽ നടക്കുന്നത്. അതിൻ്റെ ഫലമായി കേരളത്തിലെ സാമൂഹിക ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ റോഡ് അപകടങ്ങളുടെ മുഖ്യ ശതമാനവും മദ്യത്തിൽ നിന്നുണ്ടാകുന്ന ദുരന്തങ്ങളാണ്. കുടുംബങ്ങളുണ്ടാകുന്ന വിവാഹമോചനവും അതുപോലെ കുടുംബ ശൈഥില്യങ്ങളുമൊക്കെ അടിയിൽ നിൽക്കുന്നത് മദ്യവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളുടെ പിറകിൽ മദ്യമുണ്ട്. ഈ വക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് എടുത്ത തീരുമാനം സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ മന്ത്രി ബാബു സംസാരിച്ച് കേട്ടു, സ്വാഗതാർഹമാണ്. ഇവിടെ മുടക്കൽ കൊണ്ട്, നിരോധനം കൊണ്ട് മാത്രം ഈ കാര്യങ്ങൾ നടപ്പിലാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് ബോധവൽക്കരണം വേണം. അത് മന്ത്രി ബാബു വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ജനങ്ങളെ ഈ കാര്യത്തിൻ്റെ അപകടത്തെക്കുറിച്ച്, മദ്യപാനത്തിൻ്റെ അപകടത്തെക്കുറിച്ച് ബോധവൽക്കരിക്കണം. അങ്ങനെ മദ്യത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും, അതായത് കരൾ രോഗം തുടങ്ങിയ അപകടകരമായ രോഗങ്ങളുടെ ആധിപത്യത്തിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കാനുള്ള ഒരു നല്ല തീരുമാനം എടുക്കുകയും ആ തീരുമാനത്തെ കോടതി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നുള്ള നല്ല കാര്യമാണ്. ഇതുമായി സർക്കാർ മുന്നോട്ട് പോകും. വരുന്ന സർക്കാരുകളും ഈ പ്രതിസന്ധിയെ കാണുകയും അതനുസരിച്ച് നയങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷ തന്നെയാണ് ഒരുപക്ഷെ ഈ ഒരു സുപ്രീം കോടതി വിധിയുടെ ഒരു അംഗീകാരവും. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ പ്രതീക്ഷ സർക്കാർ എത്രത്തോളം കാത്തു സൂക്ഷിക്കുമെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ശ്രീ MS കുമാർ കൂടി നമ്മോടൊപ്പം തത്സമയം ചർച്ചയിൽ ചേരുന്നുണ്ട്. ഇവിടെ ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് ആയാലും ഒപ്പം തന്നെ മിനിസ്റ്റർ ബാബു ആയാലും ഒക്കെ പറഞ്ഞത് സാമൂഹ്യ നന്മ എന്നൊരു വലിയ വിഷയമാണ്. സമൂഹത്തിലെ വിപത്തുകൾ കുറയ്ക്കാൻ സാധിക്കും മദ്യ ഉപഭോഗം കുറയ്ക്കൽ വഴി എന്നൊക്കെ. പക്ഷേ ഈ ഒരു കാലയളവിൽ കുറച്ച് രാഷ്ട്രീയ തർക്കങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് ഈ ഒരു വിഷയത്തെ നോക്കിയാൽ ഈ പറയുന്ന ഒരു സാമൂഹ്യ നന്മയൊക്കെ എത്രത്തോളം നടപ്പായിട്ടുണ്ട്? സാമൂഹ്യ നന്മ നടപ്പാകുകയില്ല എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പം ശരത്ചന്ദ്ര പ്രസാദും ശ്രീ ബാബു ഒക്കെ പറഞ്ഞതുപോലെ അവരുടെ ആവേശകരമായ മദ്യനയമൊന്നുമല്ല നമ്മുടെ രാജ്യത്ത്. നമ്മളൊക്കെ രാജ്യത്ത് ജീവിച്ചവരല്ലേ.
ഒരു സുപ്രഭാതത്തിൽ അവർ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് ആൾക്കാരൊക്കെ മദ്യം കഴിക്കുന്നു എന്നാൽ അത് നിർത്തിക്കളയാൻ വിചാരിച്ച് ഇറങ്ങിയതൊന്നുമല്ല. ഇത് ബഹുജനങ്ങളുടെ ചിലവിൽ അവരുടെ ഗ്രൂപ്പ് വഴക്ക് ഓരോരുത്തരുടെ പ്രതിച്ഛായ നിർമ്മാണത്തിന് വേണ്ടി തുടങ്ങിയതാണ്. അതാണിപ്പോൾ ഇവിടെ എത്തിയത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി നമ്മളൊക്കെ പ്രതീക്ഷിച്ചതാണ്. കാരണം ഏതെങ്കിലും സർക്കാർ മദ്യ ഉപഭോഗം കുറയ്ക്കാൻ തീരുമാനിച്ചാൽ അതിനെ സ്വാഭാവികമായിട്ട് അംഗീകരിക്കുക എന്നുള്ളതായിരിക്കും കോടതി സ്വീകരിക്കാൻ പോകുന്ന നയം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെങ്ങനെ ഉണ്ടായി, ഈ വിഷയം ഉണ്ടാക്കിയതെങ്ങനെ? ഇവരിപ്പം വലിയ അവകാശപ്പെടുന്നുണ്ടല്ലോ മദ്യ ഉപയോഗം കുറഞ്ഞു. എവിടെ കുറഞ്ഞു? 2 ദിവസം മുമ്പുള്ള പത്രവാർത്ത കണ്ടാൽ കേരളത്തിൽ റെക്കോർഡ് വിൽപ്പനയായിരുന്നു ഈ ക്രിസ്മസിൻ്റെ തലേദിവസം എന്നാണ് വാർത്തകളിൽ കണ്ടത്. 317 450 ബാർ പൂട്ടിയെങ്കിൽ ഇന്ന് കേരളത്തിൽ ലക്ഷക്കണക്കിന് ബാറുകൾ പ്രവർത്തിക്കുകയാണ്. ഇന്ന് ഓരോ വീടുകളും ബാറുകളാണ്. ഗവൺമെൻറ് തന്നെയാണ് മദ്യം വിൽക്കുന്നത്. അത് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. 5 സ്റ്റാർ ബാറുകളുടെ കാര്യം പോട്ടെ, ടൂറിസ്റ്റുകൾ വരുന്നത് കൊണ്ട് ഒരു പക്ഷേ അതൊക്കെ വേണമെന്നൊരു വാദിച്ചാൽ പോലും ഈ ജംഗ്ഷന് ബീവറേജ് കോർപ്പറേഷൻ തുറന്നു വെച്ച് ആൾക്കാരെ ക്യൂ നിർത്തി മദ്യം കൊടുക്കുന്നതിന് എന്താ പറയാനുള്ളത് ഗവൺമെൻറ്റിന്? ശരത്ചന്ദ്ര പ്രസാദ് അതിൽ വലിയ ദുഃഖം രേഖപ്പെടുത്തി. ആൾക്കാരെ അതിലിപ്പം ഹെൽമെറ്റൊന്നും വയ്ക്കാതെ പരസ്യമായി തന്നെ മദ്യം വാങ്ങിക്കാൻ നിൽക്കുന്നു, അവർ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. തുറന്ന് വെക്കുന്നത് ഗവൺമെൻറ്റാണ്. ഇങ്ങോട്ട് വന്ന് കഴിക്കാൻ പറഞ്ഞ് രാവിലെ മുതൽ തുറന്ന് വെച്ചിട്ട് ആൾക്കാരെ വിളിച്ച് വരുത്തിയിട്ടാണ് നമ്മൾ പറയുന്നത്. അത് പൂട്ടാൻ എന്തായി സർക്കാരിന് കഴിയാത്തത്? അപ്പോൾ ആത്മാർത്ഥതയുള്ള ഒരു നയരൂപീകരണമൊന്നും ആയിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ബാറുകൾ പൂട്ടിയ വർഷത്തിലെ ബജറ്റിൽ അത് പറഞ്ഞില്ലല്ലോ. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇതുണ്ടായത് എങ്ങനെയെന്ന് നമുക്കൊക്കെ അറിയാം. ഇവിടെ കേരളത്തിലെ KSRTC ബസ് സ്റ്റാൻഡുകളിലും ഗവൺമെൻറ് ആശുപത്രികളിലുള്ള മൂത്രപ്പുരകളുടെ നിലവാരം പോലും പരിശോധിക്കാനോ അതിനെക്കുറിച്ച് പോലും പരാതിപ്പെടാനോ കഴിയാത്ത KPCC പ്രസിഡൻ്റാണ് 317 ബാറുകളുടെ നിലവാരത്തിലാണ് തുടങ്ങിയത്. ആൾക്കാർ മദ്യം ഉപയോഗിക്കുന്നതിലുള്ള വിഷമമോ നിരാശയോ നമ്മൾ എവിടെയും ചർച്ച ചെയ്തില്ല കോടതികളിലല്ലാതെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ബാറുകളിൽ നിലവാരമില്ല എന്നുള്ളതാണ്. എന്താ ബാറുകളിലെ നിലവാരം എന്നുള്ളൊരു ഉദ്ദേശം? ഒരു പക്ഷേ അവിടെ AC വർക്ക് ചെയ്യുന്നുണ്ടാവില്ല എന്നായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ പൊട്ടിപ്പൊളിച്ച കസേരകളുടെ പേരിലായിരിക്കാം. ബാറുകളുടെ നിലവാരം എന്താണെന്ന് പറഞ്ഞവർക്ക് അറിയുള്ളൂ. ആ ബാറുകളുടെ നിലവാരമില്ലായ്മയിൽ തുടങ്ങിയതാണ് ഇപ്പോൾ ഒരു വലിയ മദ്യ നയവും ഒക്കെ ആയിട്ട് വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇതൊരു ആത്മാർത്ഥതയും ഉള്ള ഒരു സമീപനമല്ല. ഇത് വിജയിക്കണമെങ്കിൽ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നയം അത് വിജയിക്കണമെങ്കിൽ അക്കാര്യത്തിൽ ബോധവൽക്കരണം വേണം, കർശനമായ നടപടികളെടുക്കണം. ഈ ഗവൺമെൻറ് ഈ ബീവറേജ് കോർപ്പറേഷനോട് എന്താ പൂട്ടാത്തത്? ആദ്യം അത് പൂട്ടി മാതൃകാപരമായി കാണിച്ചു കൊടുക്കണ്ടേ? പറയാം. ഞാനെത്താം. ശ്രീ PM മനോജ്, ഒരു പരിധി വരെ ഉമ്മൻചാണ്ടി ആയാലും ശ്രീ ബാബു ആയാലും ഒക്കെ തന്നെ ഒന്ന് ആഗ്രഹിച്ചിരുന്നില്ലേ ഇന്ന് ആ വിധി എതിരായിരുന്നെങ്കിൽ എന്ന്? ഗവൺമെൻറ്റിനെതിരായിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും. അത് പൊളിഞ്ഞതിൻ്റെ ഒരു ദുഃഖവും വിഷമവും ഒക്കെ ബാബുവിൻ്റെ മുഖത്ത് കാണാനുണ്ട്. കാരണം ഗവൺമെൻറ് ഈ രക്ഷപ്പെടണ്ടേ. ഇത് കഴിഞ്ഞ 2014 വിഡ്ഢികളുടെ ദിനം ഏപ്രിൽ 1 ഈ പൊടുന്നനെ 418 ബാർ പൂട്ടിക്കളയാമെന്ന് ഇവർക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്. കാരണം അതുവരെ ഏതെങ്കിലും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇതാ മദ്യം ഒഴുകുന്നു, ആളുകൾ ഹെൽമെറ്റ് ഇട്ടിട്ടും ഇടാതെയൊക്കെ പിന്നെ കള്ള് വാങ്ങാൻ ക്യൂ നിൽക്കുന്നു എന്നൊക്കെ ധരിച്ചിട്ടൊന്നുമല്ല. ശരത്ചന്ദ്ര പ്രസാദ് നല്ല അർത്ഥത്തിൽ പറഞ്ഞതാണ്. പക്ഷേ അങ്ങനെ ധരിച്ചിട്ടൊന്നുമല്ല. ഈ കച്ചവടത്തിൻ്റെ സാധ്യത മുൻനിർത്തി 418 ബാർ, അതിൽ 8 കോടതിയിലായിരുന്നു. ഈ 18 ബാർ പൂട്ടിയാൽ നിലവാരം ഉയർത്തി ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ വിലപേശുകയായിരുന്നു. അപ്പോഴേക്കാണ് തെരഞ്ഞെടുപ്പ് വന്ന് ആകെ കുഴപ്പമായത്. അപ്പോൾ ഈ നിലവാരം ഉയർത്താൻ വേണ്ടി ഈ ബാറുകളാകെ ഇതിൽ വലിയൊരു അനീതിയുടെ പ്രശ്നം കൂടിയുണ്ട്. കുറേ ബാറുകൾ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി നിലവാരം ഉയർത്താൻ പിന്നെ മരാമത്ത് പണി നടത്തി. അങ്ങനെ അനേക ലക്ഷം KFC നടക്കം കടമെടുത്ത ആളുകളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് അവരെ പിന്നെയും പറ്റിച്ചു. ആദ്യം കാശ് വാങ്ങി പറ്റിച്ചു, പിന്നെ ഈ കപട വാഗ്ദാനം നൽകി പറ്റിച്ചു. ഇതൊക്കെ പുറത്ത് വരുന്ന ഒരവസ്ഥ ഒഴിവാക്കാൻ സുപ്രീം കോടതി എങ്ങനെയെങ്കിലും ഈ നയം അങ്ങ് പിന്നെ റദ്ദാക്കി കളയണം എന്ന ആഗ്രഹമായിരുന്നു ഗവൺമെൻറ്റിന്. പക്ഷേ ഹൈക്കോടതി കഴിഞ്ഞ മാർച്ച് 31 പറഞ്ഞൊരു വിധിയുണ്ട്. ആ വിധിയിൽ ഈ വളരെ കൃത്യമായിട്ട് പറയുന്ന മദ്യപാനം മൗലിക അവകാശമല്ല. അത് ഇതേപോലെ കറക്റ്റാണ്. മദ്യപാനം മൗലിക അവകാശം അതുമാത്രമല്ല, ഈ മദ്യനയം കൈക്കൊള്ളാനുള്ള അവകാശം അധികാരം സർക്കാരിനാണ്. ആ സർക്കാർ ഇനി ഈ നയം മാറ്റിയാൽ രക്ഷപ്പെടുമെന്നാണ് നേരത്തെ രാജ്കുമാർ ഉണ്ണി പറഞ്ഞത്. അത് കഴിഞ്ഞ് എലഗൻസ് ബിനോയ് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ഇനിയും പറയാനുണ്ട്, ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് സൗമ്യ സൂചിപ്പിച്ചതുപോലെ ഒന്നും പറയാതിരിക്കല്ലേ, ഇത് പറയും. ഇനി ആ ഘട്ടം വരുമ്പം പറയുന്നത് അങ്ങനെയും വരാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശരത്ചന്ദ്ര പ്രസാദിൻ്റെ പാർട്ടി വലിയൊരു കുരുക്കിലേക്കാണ് പോകുന്നത്. പെട്ടെന്ന് ഈ ബാറുകളെല്ലാം തുറന്നിട്ടില്ലെങ്കിൽ ഈ കഥ ഇപ്പം വന്ന കഥയുണ്ടല്ലോ, അതിൻ്റെ പേരിലാണല്ലോ മാണി പോയത്, അതിൻ്റെ പേരിലാണല്ലോ ബാബു തൂങ്ങുന്നത്. ഇനിയും ഒരുപാട് പേര് തൂങ്ങുന്ന അവസ്ഥ വരും. അത് ഒഴിവാക്കാൻ എൻ്റെ സ്നേഹിതൻ ശരത്ചന്ദ്ര പ്രസാദ് മുൻകൈ എടുത്ത് എന്തെങ്കിലും ഒരു ഏർപ്പാട് കോൺഗ്രസിനെ രക്ഷിക്കാനുള്ള ഏർപ്പാട് ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. തങ്ങളിലേക്ക് എത്താം. ശ്രീ സുധീഷ് കുമാർ, ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഒറ്റയടിക്കുണ്ടായ ഒരു മദ്യനയം അല്ല. ആദ്യഘട്ടത്തിൽ ഈ നിലവാരം ഉയർത്തൽ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും അതിന് പിന്നിലുണ്ടായുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു സാഹചര്യമായിരുന്നു ഒരുപക്ഷെ താങ്കൾക്ക് അതിന് നേർ സാക്ഷ്യം എന്ന രീതിയിൽ സംസാരിക്കാനാകുമായിരിക്കും. നിലവാര പ്രശ്നം പറഞ്ഞ് 418 ബാറുകൾക്ക് മേൽ ആദ്യം ഒരു നിലപാട് കൊണ്ടുവന്ന് പിന്നീട് പലരും അറ്റകുറ്റപ്പണികൾ നടത്തി. അതിനെപ്പറ്റി എനിക്ക് പ്രത്യേകിച്ച് നേരിട്ട് ഉള്ള അറിവൊന്നുമില്ല.
ഇതൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുള്ള അറിവുകളേ ഉള്ളൂ. അല്ല ഈ അങ്ങനെ കൊടുക്കൽ വാങ്ങലൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ സംസ്ഥാനതല ഇല്ല, ഒറ്റയടിക്ക് ഒരു മദ്യനയം എന്ന രീതിയിൽ സർക്കാർ കൊണ്ടുവന്നതാണ്. അതല്ലല്ലോ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞ മാതിരി നമ്മളെല്ലാം ജീവിച്ചിരിക്കുകയല്ലേ. ആദ്യം മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് പോലും ഈ 418 ആദ്യം അടച്ച 418 നിലവാരമുള്ളവയ്ക്ക് കൊടുക്കണമെന്നും ഈ തുറന്നിരിക്കുന്ന 318 നിലവാരമില്ലാത്തതുണ്ടെങ്കിൽ അടപ്പിക്കണം. അത് തന്നെയായിരുന്നു ശരിക്കും ചെയ്യേണ്ടിയ ഒരു നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിനൊരു രീതി വേണമല്ലോ. ആ മുഖ്യമന്ത്രി തന്നെയാണ് ഒരു സുപ്രഭാതത്തിൽ മനസ്സ് 720 ബാറും പൂട്ടാമെന്നുള്ള തീരുമാനം എടുത്തത്. അപ്പം അതിൻ്റെ പിന്നിലുള്ള ചേതവികാരം എന്താണെന്നുള്ളത് നമുക്ക് എനിക്കറിയില്ല. അതൊക്കെ രാഷ്ട്രീയമായിരിക്കും. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ഇത് തന്നെയാണ് നേരത്തെ ഒരു പക്ഷേ താങ്കൾ കേട്ട് കാണില്ല. ഇവിടെ നേരത്തെ സംസാരിച്ച ശ്രീ രാജ്കുമാർ ഉണ്ണി അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു പുനർചിന്തനം നടത്താം, അല്ലെങ്കിൽ ഒരു പുനർനിർണയം നടത്താം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒപ്പം തന്നെ എലഗൻ ബിനോയും പറഞ്ഞത് ഇനി ചില കാര്യങ്ങൾ ഈ വിഷയത്തിൽ നയത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയേണ്ടി വരും എന്ന്. അത്തരത്തിലുള്ള ഒരു പക്ഷേ ബാർ ഈ ഒരു വിധിയുമായി ബന്ധപ്പെടുത്തി സ്വാഭാവികമാണ് മന്ത്രിസഭയിൽ നിന്ന് മാറി നിന്ന മാണിയുടെ വിഷയം ഇപ്പോൾ മുൾമുനയിൽ നിൽക്കുന്ന ബാബുവിൻ്റെ വിഷയമൊക്കെ ഇതുമായി താരതമ്യപ്പെടുത്തുന്നത് സ്വാഭാവികമല്ലേ? ഞാൻ പറയാൻ പോകുന്നൊരു വാക്ക് ഇവിടെ ഒരുപാട് തർക്കവിതർക്കങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു വാക്ക് ഞാൻ പറയാൻ പോവാണ്. ഇത് ഞങ്ങൾ വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്യും എന്ന് സുപ്രീം കോടതി വിധി വന്നതിന് ശേഷവും ഇവർ ആവർത്തിക്കുന്നു. ഇവരുടെ ഈ ബ്ലാക്ക് മെയിലിംഗ് ഭീഷണി കേട്ടിട്ട് ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിന് അതിൻ്റെ നയം പിൻവലിക്കാൻ കഴിയുമോ? ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. മുഖ്യമന്ത്രി ആദ്യം എടുത്ത നിലപാട് ഒറ്റയടിക്കത് ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും വിഷയമടക്കം ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുടെ വിഷയമടക്കമുള്ളത് കൊണ്ട് ബാർ ഓണേഴ്സ് അസോസിയേഷന് അവരൊക്കെ നൽകിയ മെമ്മോറാണ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുതാര്യമായി മുഖ്യമന്ത്രി തന്നെ ഓപ്പണായി ആദ്യം പറഞ്ഞിരുന്നു. സത്യമാണ്, പത്രത്തിൽ വന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ ആദ്യം എടുത്ത നിലപാടതാണ്. പക്ഷേ പ്രതിപക്ഷത്തുള്ളവരും അല്ലാതെയുള്ള ആളുകളും ഒക്കെ ചില ആളുകൾ ചേർന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബാർ മുതലാളിമാരെ സഹായിക്കാൻ ശ്രമിക്കുന്നു എന്ന് വന്നാൽ 24 മണിക്കൂറും വിശ്രമമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി സ്വാഭാവികമായി ആളുകളുടെ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ആയിക്കൂടിയെന്ന് UDF-ൽ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ഉമ്മൻചാണ്ടിയാണ് മദ്യലോബിയുടെ ആളുകൾ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന് ചെയ്യാത്ത കുറ്റത്തിൽ ഞാൻ പറഞ്ഞു തരുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. ഉമ്മൻചാണ്ടി ഇദ്ദേഹം പറഞ്ഞതുപോലെ നിലവാരമില്ലാത്ത ബാറുകളൊക്കെ മാറ്റി നിലവാരമുള്ള ബാറുകളെ, അവിടെയാണ് ശ്രീ MS കുമാർ പറഞ്ഞത് നിലവാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നിലവാരം എന്ന് പറയുന്നത് AC അല്ല. നിലവാരം എന്ന് പറഞ്ഞത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണം കൊടുക്കുക അടക്കമുള്ള ഈ മൂത്രപ്പുരയും ഈ മദ്യം വെച്ചേക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരുപോലെ റെയ്ഡ് നടത്തിയപ്പോൾ അതിൻ്റെ പല പത്രങ്ങളിലും സ്റ്റോറി വന്നതാണ്, സീരിയലുകൾ എഴുതി വന്നതാണ് ബാറുകളുടെ നിലവാരം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ അറിയുന്നത്, അല്ലാതെ നമ്മളൊന്നും കള്ളുഷാപ്പിൽ കയറിയിട്ടല്ലല്ലോ ഇത് അപ്പോൾ അങ്ങനെ നിലവാരമില്ലാത്ത അടച്ചു പൂട്ടണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിൽ തന്നെ മദ്യവിരുദ്ധ സമിതിക്കാരും എല്ലാം അങ്ങനെ പറ്റൂല, ഈ ബാറുകൾ അടയ്ക്കണമെന്നൊരു വലിയ ജനകീയമായ വലിയ നിലവാരം വീണ്ടെടുത്താൽ തിരികെ അങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ ഹോട്ടലുകളുടെ നിലവാരം പരിശോധിക്കുന്നില്ലേ, സാധാരണ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലുകളുടെ അത് നിലവാരമില്ലാത്ത ഗവൺമെൻറ് അടയ്ക്കുന്നു, ഉദ്യോഗസ്ഥന്മാർ റെയ്ഡ് തരത്തിന് അടയ്ക്കുന്നു, നിലവാരം ഉണ്ടാക്കി കാണിച്ച് സർട്ടിഫൈ ചെയ്തിട്ട് തുറക്കുന്നു. അതുപോലെ ഇതും നിലവാരം ഉണ്ടാകണം. സ്വാഭാവിക നിലവാരം എന്ന് പറയുമ്പോൾ അവർ വീണ്ടും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഇതിന് അർത്ഥമാവുന്നില്ലേ? നിലവാരം തീരെ ഇല്ലായിരുന്ന സ്ഥലത്ത് നിലവാരമുണ്ടാക്കാൻ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വെറും പത്തറ്റിക് കണ്ടീഷനിലായിരുന്നു ആ ബാർ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അത് ആശുപത്രിയിലെ മൂത്രപ്പുരയുമായിട്ട് എൻ്റെ സുഹൃത്ത് ശ്രീ MS കുമാർ അതിനു മുമ്പ് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, മൂത്രപ്പുരയേക്കാൾ ഗതികെട്ട തരത്തിൽ ഈ ചില ബാറുകൾ പ്രവർത്തിക്കുന്നത്. അത് ഈ സീരിയലായി വന്നിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അതൊരു വശത്ത്. ഇവിടെ MS കുമാർ പറഞ്ഞത് എന്തിനീ ബിവറേജ് കോർപ്പറേഷൻ തുറന്നു വയ്ക്കുന്നതാണ്. ഞാൻ തുറന്നു പറയുന്നു, ഗവൺമെൻറ് UDF-ൻ്റെ സമീപനം കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ നിയമസഭയിൽ അംഗത്വമുള്ള, അത് വെച്ചാൽ MLA-മാരുള്ള രാഷ്ട്രീയ പാർട്ടികളും BJP-യെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ഗവൺമെൻറ്റിനോട് പറയണം, നമുക്ക് കേരളത്തിൽ ഒരു ബാറും വേണ്ട, ഒരു ബിവറേജ് കോർപ്പറേഷനും വേണ്ട, ബിവറേജസിൻ്റെ ഒരു ഔട്ട്ലെറ്റും വേണ്ട, എല്ലാം പൂട്ടിയാൽ ഗവൺമെൻറ് പിന്തുണ ഞങ്ങൾ നൽകും എന്ന് BJP പറയാൻ തയ്യാറുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടി പറയാൻ തയ്യാറുണ്ടോ? CPI പറയാൻ തയ്യാറുണ്ടോ? അങ്ങനെ പറയട്ടെ. എല്ലാ പാർട്ടിയും കൂടെ ഒരുമിച്ച് ഗവൺമെൻറ് മെമ്മോറാണ്ടം കൊടുക്കുകയാണ്, ഇനി ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളൊന്നും വേണ്ട. ഇപ്പോൾ കോടതി വിധി വന്നല്ലോ, ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ ഗവൺമെൻറ്റിന്,
ഞങ്ങൾ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കില്ല, ഇതിനെതിരെയുള്ള അങ്ങനെ നിലപാടെടുക്കാമോ രാഷ്ട്രീയ പാർട്ടികൾക്ക്? എടുക്കൂല. അപ്പോൾ ഇതൊരു വന്നപ്പോൾ ഒരു സുപ്രീം കോടതി വിധി ഇപ്പോൾ ഗവൺമെൻറ്റിനെതിരെ വന്നിരുന്നെങ്കിൽ പറഞ്ഞത് ഇത് ഗവൺമെൻറ്റിനുള്ള തിരിച്ചടിയാണെന്ന് കുറേ പേര് പറയും ഇത് ബാബുവും ഉമ്മൻചാണ്ടിയും കൂടെ അറിഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സ്വാധീനിച്ച് വിധി വാങ്ങിച്ചു കൊടുത്തതെന്ന് പറയും. ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഉറച്ച നിലപാടിന് കോടതി 2 വരിയാണ് പറഞ്ഞിരിക്കുന്നത്, വേറെ ഒന്നും നോക്കിയില്ല, വാദഗതികളെ കുറിച്ചൊന്നും വിശദമായി പറഞ്ഞില്ല. ഗവൺമെന്റിന് നയം രൂപീകരിക്കാനുള്ള അവകാശം ഗവൺമെന്റിനുണ്ട്, ആ നയ രൂപീകരണത്തെ അതിൽ ഇടപെടാതിരിക്കുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. ആ 2 വരിയിൽ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഗവൺമെന്റിന്റെ വാദമുഖങ്ങൾ കോടതി അതേപടി അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെയാണോ ശ്രീ പി എം മനോജ്? കാരണം അവിടെ അവകാശം ഗവൺമെന്റിന് തന്നെയാണ്, അതിനൊരു സംശയമില്ല. അതാണ് ഈ മദ്യപാനം മൗലികാവകാശമല്ല എന്ന് ഹൈക്കോടതി അതിന്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ അത് ഗവൺമെന്റ് ചെയ്തതല്ല ശരിയാണെന്ന് അംഗീകരിച്ചതല്ല. ഈ നയം നിങ്ങളാണ് രൂപീകരിക്കേണ്ടത്. നിങ്ങൾ നല്ല നയാലും കെട്ട നയാലും നിങ്ങൾ രൂപീകരിച്ചിരിക്കുന്നു, അതിന് ഞങ്ങൾ ഇടപെടില്ല, അത് ഭരണഘടനാപരമായി കോടതിയുടെ ഉത്തരവാദിത്തമല്ല എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞതിൽ അതിലൊരു പെശകുണ്ട്. കാരണം ഗവൺമെന്റ് നടപടിക്രമങ്ങൾ, ആ നടപടിക്രമങ്ങൾ ഒരിക്കലും കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ കഴിയില്ല. ഒന്ന് ശതമാനം ഈ മദ്യത്തൊഴിലാളികളും മദ്യമുതലാളിമാരും ഇത് വിവേചനമാണെന്ന് പറഞ്ഞപ്പോൾ ഇത് വിവേചനമല്ലെന്ന് കോടതി അത് പറയണമെങ്കിൽ ഈ കോടതി വിധിയുടെ പുറത്ത് വന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് വന്ന് നമുക്കത് ചർച്ച ചെയ്യാം. ഞാൻ പറയുന്നത് ഈ ഗവൺമെന്റിനകത്ത് ഏകകണ്ഠമായി ഒരു തീരുമാനമുണ്ടായതല്ല. കഴിഞ്ഞ വർഷം KPCC ഏകോപന സമിതിയിൽ നിങ്ങൾ ഒരാൾ മാത്രം മദ്യവിരുദ്ധനായാൽ പോരാ എന്ന് മുഖ്യമന്ത്രി സുധീറിന്റെ മുഖത്ത് നോക്കി ചോദിച്ചതാണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം മദ്യലോബിയുടെ താരാട്ടുപാടി വളർന്ന ആളാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ ഈ സുധീറിനെതിരായിട്ട് പറഞ്ഞതാണ്. ഇങ്ങനെ ആരാണ് മദ്യവിരുദ്ധൻ, ആരാണ് കടുത്ത മദ്യവിരുദ്ധൻ എന്ന തർക്കമാണ് ഇവർക്കിടയിൽ നടന്നത്. അങ്ങനെ ഒടുവിൽ ഉമ്മൻചാണ്ടി ഞാനാണ് യഥാർത്ഥ മദ്യവിരുദ്ധൻ എന്ന് സുധീറിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ ബാറുകൾ മുഴുവൻ കൂട്ടിക്കൊണ്ട് ഒരു അല്ലല്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് കേരളത്തില് ഏതാണ്ട് 806 ബിയർ ആൻഡ് വൈൻ പാർലറുകളുണ്ട്, 33 ക്ലബ്ബുകൾ, മദ്യം വിളമ്പുന്ന ക്ലബ്ബുണ്ട്, 27 5 സ്റ്റാർ ഹോട്ടലുകളുണ്ട്, അവിടെയും മദ്യം വിളമ്പുന്നുണ്ട്. ഇവർ മദ്യം അപ്പാടെ അങ്ങ് ഒഴിവാക്കാനുള്ള മഹാമനസ്കരാണ് ഇവരാണെങ്കിൽ ഈ ക്ലബ്ബുകൾ ആദ്യം പൂട്ടിക്കണ്ടേ? ഏതൊക്കെ ക്ലബ്ബുകൾ? ഈ സമ്പന്നന്മാർക്കെല്ലാം പോയി അവിടുന്ന് കഴിക്കാം. അത് കഴിഞ്ഞ് അല്ല സമ്പന്നന്മാർ അത് വേറെ, പത്രക്കാരുടെ വേറെ ഉണ്ട് ഏർപ്പാട്, ഞാൻ പറയുന്നില്ല ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഏർപ്പാടുകളുണ്ട്. ഇതൊന്നും നിർത്താതെ നാട്ടിലെ വ്യാജമദ്യം സുലഭമായി ഒഴുകുന്നു. ഞാനല്ല പറഞ്ഞത്, ബാബുവാണ് പറഞ്ഞത് സുധീറിന് മറുപടിയായിട്ട്. വ്യാജമദ്യം കേരളത്തിലേക്ക് ഒഴുകി വരുന്നു എന്ന്. അപ്പോൾ ഈ വ്യാജമദ്യം ഒഴുകുന്നുണ്ട്. നേരത്തെ സജീവം പറഞ്ഞതുപോലെ ഇപ്പം നിശാ പാർട്ടികളിലൊക്കെ മറ്റേ കഞ്ചാവും മരിജുവാനയൊക്കെയാണ്. പിന്നെ അതാണിപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ തമ്പാനൂർ ഇറങ്ങി നോക്ക്, മോഡൽ സ്കൂളിൻ്റെ അടുത്തേക്ക് നോക്ക്, അവിടെയൊക്കെ കുട്ടികൾക്ക് പോലും കഞ്ചാവ് വിതരണം ചെയ്യുന്ന സംഘങ്ങൾ സജീവമാണ്, അവരെ തൊടുന്നില്ല. ഇങ്ങനെ നാട്ടിലാകെ അരാജകത്വം കൊണ്ടുവരുന്ന ഒരു നയത്തിലാണ് ഇവർ. സാധാരണ ഒരു മദ്യനയം അത് ചർച്ച ചെയ്ത് ആലോചിച്ച് നടപ്പാക്കി കഴിഞ്ഞാൽ എങ്ങനെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാം, എങ്ങനെ ഈ ബാറുകൾ പൂട്ടുന്നതിൻ്റെ ഭാഗമായി വരുന്ന സൈഡ് എഫക്ട്സ് ഉണ്ടാവുമല്ലോ, ആ സൈഡ് എഫക്ട്സ് എങ്ങനെ പരിഹരിക്കാം എന്ന് ചർച്ച നടത്തും. അത് പരിഹരിക്കാനുള്ള ഒരു സാധ്യത സർക്കാർ മുൻകൈ എടുത്തിട്ടില്ല. അതിന് പരിഹരിക്കുന്നതിന് വേണ്ടി കുറേ ബോധവൽക്കരണമാണ്. ഇപ്പം നേരത്തെ മറ്റേ പിതാവ് പറഞ്ഞതുപോലെ നിയമം കൊണ്ട് മാത്രമായി നമുക്ക് എന്നേക്കുമായി ഈ മദ്യ ഉപയോഗത്തെ അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയില്ല, എന്നേക്കേ പറ്റൂല. ഇത് ബോധവൽക്കരണം തന്നെയാണ് അടിസ്ഥാനപരം. ബോധവൽക്കരണം കൊണ്ട് മാത്രമേ കഴിയൂ. അതിനുവേണ്ടി ഇപ്പോൾ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഏറ്റവും മേജറായി പൈസ ഈ ബോധവൽക്കരണത്തിനായി മാറ്റിവെച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ആഭ്യന്തര വകുപ്പും എക്സൈസ് വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്നുകൊണ്ട് സ്കൂൾ തലത്തിൽ തന്നെ ഈ പറഞ്ഞ അപകടങ്ങൾ അത് എല്ലാ വിദ്യാർത്ഥി സംഘടനയും എല്ലാ പാർട്ടിയുടെയും പിന്തുണ വേണം. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ബോധവൽക്കരണം നടത്തുമെന്നൊക്കെ ഈ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ നേരത്തെ എക്സൈസ് മന്ത്രി പറയുകയുണ്ടായി. പക്ഷേ ഇതുവരെ ഈ ഒരു വിഷയം അല്ലെങ്കിൽ സർക്കാരിന്റെ ഈ ഒരു മദ്യനയം നടപ്പാക്കുന്നു, പൂർണ്ണമായ മദ്യനിരോധനമാണ് ലക്ഷ്യം എന്നൊക്കെ പറയുമ്പോൾ ഇത് എത്രത്തോളം വിജയകരമായിട്ടുണ്ട് എന്നുകൂടി പരിശോധിക്കാൻ ല്ലേ? കുട്ടികളടക്കമുള്ളവർ മറ്റ് ലഹരിയുടെ സ്രോതസ്സുകൾ തേടിപ്പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. അത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടുന്നുണ്ടോ കൃത്യമായി? ഫാദർ,
തീർച്ചയായിട്ടും ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ കേരളത്തിൽ മദ്യാസക്തിയും മയക്കുമരുന്നിനുള്ള ആസക്തിയും പ്രത്യേകിച്ചും കുട്ടികളിൽ വർദ്ധിക്കുന്നു എന്ന കാര്യത്തിൽ ഒരേ അഭിപ്രായക്കാരാണ്. പക്ഷേ ഈ മദ്യനയം എടുത്തതിൻ്റെ നടപടികൾ, അതെടുത്ത വിധങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളും വിവാദങ്ങളും അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളാണ് പ്രകടിപ്പിച്ചത്. പക്ഷേ മദ്യനയത്തെക്കുറിച്ച് മാത്രമാണ് കോടതി ഇവിടെ ഒരു വിധി ഉയർത്തിയിട്ടുള്ളത്. ആ നയം ശരിയാണ് എന്നാണ്. നയം എടുത്ത വിധത്തെക്കുറിച്ചല്ല കോടതികൾ വിധി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ചിന്തിക്കേണ്ട കാര്യമുള്ളത് ഈ മദ്യത്തിൻ്റെ വിപത്തിനെക്കുറിച്ച് എല്ലാവർക്കും ബോധവൽക്കരണം ആവശ്യമാണ്. അതാണ് അതിനെക്കുറിച്ചുള്ള ക്രിയാത്മകമായ നടപടികൾ എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട്, എത്രമാത്രം കാര്യക്ഷമമായി അത് ആസൂത്രണം ചെയ്തിട്ടുണ്ട്, നടപ്പിലാക്കുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ഗൗരവമായ സംശയമുണ്ട്. നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്, വ്യാജമദ്യം, മദ്യം നിയന്ത്രിക്കാൻ തുടങ്ങുന്നത് ഉണ്ടാകും. അതെങ്ങനെയാണ് കർശനമായി നിയന്ത്രിക്കുക? അതോടൊപ്പം തന്നെ കുട്ടികളിലും ചെറുപ്പക്കാരിലും മയക്കുമരുന്നുകളുടെ വളരെ ശക്തമായ പ്രയോഗത്തിൻ്റെ സാന്നിധ്യവും അതിൻ്റെ അപകടങ്ങളുമുണ്ട്. ഇതൊക്കെ നിയന്ത്രിക്കാൻ ഗൗരവമായി സർക്കാർ ബാധ്യതയുണ്ട്. ഇതൊക്കെ എങ്ങനെ നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയമെന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി നമ്മൾ ഒന്നിച്ചു ചിന്തിക്കേണ്ട കാലമാണ്. അതുകൊണ്ട് ഒരു ബോധവൽക്കരണം എന്ന് പറയുന്നത് പേരിന് മാത്രം നടപ്പിലാക്കേണ്ട കാര്യമല്ല. അത് ക്രിയാത്മകമായി വളരെയേറെ വിദഗ്ധമായി തന്നെ ക്ലാസ്സുകളിലും വിദ്യാഭ്യാസ പദ്ധതിയിലും ബോധവൽക്കരണം അത് മാധ്യമങ്ങളിലൂടെയൊക്കെ ശക്തമായി നടത്താതെ ഇത് വിജയിക്കില്ല എന്ന് 100 വട്ടം പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കുറേ മദ്യഷാപ്പുകൾ അടച്ചുകൊണ്ടോ മദ്യനിർമ്മാണം നടപ്പിലാക്കിയതുകൊണ്ടോ മദ്യാസക്തി കുറയില്ല. അത് കുറയണമെങ്കിൽ സ്വയം തീരുമാനിക്കണം. അതിവിടെ പുകവലി നിയന്ത്രിച്ചതുപോലെ തന്നെ ആളുകളെ ബോധ്യപ്പെടുത്തി അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച്, ആരോഗ്യപരമായ അപകടങ്ങളെക്കുറിച്ച്, കുടുംബജീവിതത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച്, സാമൂഹ്യ വിപത്തുകളെക്കുറിച്ചൊക്കെ ശക്തമായി ബോധവൽക്കരിച്ചാൽ മാത്രമേ ഇത് ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചോ നടപടിയെടുത്ത നയമെടുത്ത വിധികളെക്കുറിച്ചോ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ അതിനകത്ത് അഴിമതികളെക്കുറിച്ചോ ഒന്നുമല്ല ഇവിടെ ഒരു കോടതി വിധി പ്രകടിപ്പിച്ചത്. മറിച്ച് നയം സർക്കാരിൻ്റെയാണ്, ആ എടുത്ത നയം ശരിയാണ് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് വളരെ സുതാര്യമായും ആത്മാർത്ഥമായും, ഇതാണ് ഇവിടെ പലരും പറഞ്ഞു കേട്ടത്, ആത്മാർത്ഥത സർക്കാരിന് എത്രമാത്രമുണ്ടെന്ന്. ആത്മാർത്ഥത നടപടികളിലൂടെയും കാര്യക്ഷമമായി തെളിയിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ ഒരു കാര്യമാണ്. അത് നടപ്പിലാക്കണമെന്ന് തന്നെയാണ്. അത് നടപ്പിലാക്കും എന്നാണ് പ്രതീക്ഷ. അതാണ് കെ ബാബുവോട് പറഞ്ഞതിൻ്റെ അർത്ഥം. ആ വിധത്തിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആത്മാർത്ഥത ഭരിക്കുന്നവരും പ്രതിപക്ഷത്തുള്ളവരും ആത്മാർത്ഥത കാണിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. അത് തന്നെയാണ് ഇനി പരിശോധിക്കപ്പെടേണ്ടതും. നമുക്ക് വളരെ വേഗം ചർച്ചയിലേക്ക് തിരികെ എത്താം. അതിഥികൾ ദയവായി തുടരുക. വളരെ വേഗം നമ്മൾ തിരികെ എത്താം. ഏതായാലും സുപ്രീം കോടതിയുടെ വിധി സർക്കാരിന്റെ മദ്യനയത്തിൽ ഇടപെടേണ്ട എന്നത് തന്നെയാണ്. മദ്യനയത്തിന്റെ പ്രകാരം പൂട്ടിയ ബാറുകൾ തുറക്കണ്ട എന്നാണ് സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത്.